നമസ്തേ, വെൽക്കം ടു അവർ ABC വ്ലോഗേഴ്സ് വേൾഡിലേക്ക്. അങ്ങനെ നമ്മുടെ സ്റ്റീംഡ് റവ റോളായ നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം തന്നെ റവ 1 കപ്പ്, 2 ടീസ്പൂൺ ആട്ട, ഇഞ്ചി 1 ഇഞ്ചിൻ്റെ പച്ചമുളക് 2 എണ്ണം അരിഞ്ഞത്, 1 കപ്പ് തൈര്, മല്ലിച്ചപ്പ് 2 ടീസ്പൂൺ, കരിയാപ്പില 2 ഇതൾ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ചില്ലി ഫ്ലേക്സ് 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 1 കപ്പ്. ആദ്യം തന്നെ നമുക്ക് റവ ഇടാം. അതിലേക്ക് എടുത്തു വെച്ച 2 ടീസ്പൂൺ ആട്ട ഇടാം. ഇനി അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ഇടാം. ഉപ്പ് ആവശ്യത്തിനിടാം. കരിവേപ്പില അരിഞ്ഞു വെച്ചത് ഇടാം. പിന്നെ തൈര് നമ്മൾ എടുത്തു വെച്ചത് ഫുള്ള് നീറ്റായിട്ട് അതായത് ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് ഇതെല്ലാ സൈഡും ഇളക്കി കൊടുക്കണം. എന്നാലേ അതിൻ്റെ ആ ഉപ്പും എല്ലാം ഒന്ന് പിടിക്കത്തുള്ളൂ, പുളിയും എല്ലാം പിടിക്കത്തുള്ളൂ. അപ്പം നന്നായിട്ടൊന്ന് ഇത് ഇളക്കി കൊടുത്തിട്ട് ഇപ്പം ഇത് നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പം പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്യുന്നതെന്ന് ഞാൻ കമൻസ് എല്ലാം വായിച്ചപ്പോൾ മനസ്സിലായി. ഇതിന് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് അരയ്ക്കാൻ വേണ്ടിയുള്ളത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു ചെറിയ അരിപ്പിൽ നിന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ണങ്ങളോ അല്ലെങ്കിൽ വലിയ ചില്ലി ഫ്ലേക്സിൻ്റെയൊക്കെ വലിയ പീസ് ഉണ്ടെങ്കിൽ അതറിയാൻ വേണ്ടിയാണ് എല്ലാത്തൊന്ന് അരിച്ചെടുക്കാമെന്ന് നമ്മൾ വിചാരിച്ച്. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങൾ വല്ലതും കാണും. അപ്പോൾ ഇത് നീറ്റായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് വേറൊന്നുമില്ലാതെ നീറ്റായിട്ട് ഒന്നുകൂടെ നിന്ന് ഇളക്കിയിട്ട് നമുക്ക് ആ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കൊരു 10 തൊട്ട് 15 മിനിറ്റ് വരെ അടച്ചു വെച്ചിട്ട് എടുക്കാം. ഇപ്പം നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത മാവാണ്. ഇത് ഇത്തിരി കട്ടിയുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ച് ഇത്തിരി കൂടെ ലൂസാക്കി കൊടുക്കാം. ഇതിലേക്കൊരു 1/2 പിഞ്ച് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെ ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത്, ഞാനൊരു പാൻ വെച്ചിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തൊരു പാൻ വെച്ച് അതിൻ്റെ അകത്തും വെള്ളം ഒഴിച്ചു നീറ്റായിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ആ ഒരു രീതിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് നീറ്റായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക. ഇതിനകത്ത് ഓയിൽ തീരെ ഇല്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം ഡയബറ്റിക് പേഷ്യൻസിന്, കൊളസ്ട്രോളൊക്കെ ഉള്ള പേഷ്യൻസിനൊക്കെ ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ആ മാവൊന്ന് 2 തവി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, കട്ടി കൂടല്ലേ. നടുക്ക് കട്ടി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന റോള് കട്ടായി പോവും. അതുകൊണ്ട് കട്ടിയില്ലാത്ത രീതിക്ക് നമുക്കിതുപോലെ ഒഴിച്ച് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇത് ആയിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് കൂടെ വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ആ സ്റ്റിക്കിലുണ്ടെങ്കിൽ അതായിട്ടില്ല. ഇപ്പോൾ ഇത് ക്ലിയറാണ് സ്റ്റിക്ക് വെച്ച് നോക്കിയപ്പോൾ. ഇനി ഇത് നമുക്ക് എടുത്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് തണുത്ത് നമ്മളുണ്ടാക്കിയ റോളിനുണ്ടാക്കിയത് തണുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് എങ്ങനെ റോൾ ഷേപ്പിൽ എടുക്കുക എന്നുള്ളത് നോക്കാം. ഇനി ഇങ്ങനെ നടുക്ക് വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നീറ്റായിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് വരുത്തുള്ളൂ. നമ്മളത് എടുത്തിട്ട് തിരിച്ച് നമ്മൾ മേൽഭാഗം ബാക്ക് സൈഡിലും താഴ്ഭാഗം മേൽ സൈഡിലും വരുന്ന രീതിക്ക് ഉണ്ടാക്കി ഇതുപോലെ റോൾ ചെയ്ത് നമുക്ക് എടുക്കാം ഓരോന്നോരോന്നായിട്ട്. കണ്ടോ, ഞാൻ ഒന്നുകൂടെ കാണിക്കാം. പതുക്കെ എടുത്തിട്ട് തിരിച്ചെടുത്തിട്ടിട്ട് റോൾ ചെയ്യുക.
ഇതുപോലെ നീറ്റായിട്ട് റോൾ ചെയ്ത് ബാക്കിൽ നിന്ന് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് റോൾ ചെയ്ത് നമുക്കെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള എല്ലാം ഇത് നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. എണ്ണയ്ക്കകത്തിട്ട് 1 ടീസ്പൂൺ എണ്ണയ്ക്കകത്ത് നമുക്കിത് ജസ്റ്റ് ഒന്ന് എടുക്കാം. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് 2 ടീസ്പൂൺ അതിലേക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്ക് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 2 മുളക് രണ്ടായിട്ട് കീറിയത് ചെറുതാക്കിയത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അധികം അതിൻ്റെ ഒത്തിരി വറുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഫ്ലേവർ വേണം, പച്ചയുടെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടണമെങ്കിൽ നന്നായിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്റ്റീംഡ് റോള് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് മല്ലിച്ചപ്പും കൂടി ഇട്ട് നമ്മുടെ റോള് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ബൈ.